ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമെന്ന് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇക്കാര്യം USനും ബോധ്യമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം തടയാൻ ബദൽ മാർഗം തേടുകയാണ് ഇസ്രയേൽ. പ്രതിസന്ധി മറികടക്കാൻ ഇറാന്റെ മിസൈൽ വിക്ഷേപണ സംവിധാനം തകർക്കാൻ ഇസ്രയേൽ വ്യോമാക്രമണം ശക്തമാക്കിയേക്കും. ഇറാൻ-ഇസ്രയേൽ സംഘർഷത്തിൽ USും സജീവമായി ഇടപെടുമെന്നാണ് പുതിയ വിവരം. നേരിട്ട് യുദ്ധത്തിനിറങ്ങാൻ ട്രംപ് ഭരണകൂടത്തിനു മേൽ സയനിസ്റ്റ് ലോബി സമ്മർദ്ദം ശക്തമാക്കുന്നുമുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ അനുകൂലമായ സമയമാണ് ഇതെന്നാണ് ഇസ്രയേൽ വിലയിരുത്തൽ. അതേസമയം ഇറാൻ ആർക്കു മുന്നിലും കീഴടങ്ങില്ല എന്ന് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞു. അടിച്ചേൽപ്പിക്കുന്ന യുദ്ധവും സമാധാനവും അംഗീകരിക്കില്ല. US ഇടപെട്ടാൽ ശക്തമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഖമേനി മുന്നറിയിപ്പ് നൽകി. ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് ആണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത്. ഓരോ ദിവസവും ഇറാൻ 50 മുതൽ 70 വരെ ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചാൽ ഇവയെ ചെറുക്കാൻ ശ്രമിക്കുന്നതോടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നു തുടങ്ങും. ആരോ 2, ആരോ 3, ഡേവിഡ് സ്ലിംഗ് ഉൾപ്പെടെ ഇസ്രയേലിലും സഖ്യകക്ഷികൾക്കും 950 മുതൽ 1120 വരെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്. US വിന്യസിച്ച താട് 2 US പടക്കപ്പലുകളിലെ SM-3, SM-6C പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണിത്. പ്രതിദിനം 50 മുതൽ 70 മിസൈലുകൾ വരെ ഇറാൻ തൊടുത്താൽ അവയെ നേരിടാൻ 72 മുതൽ 84 വരെ പ്രതിരോധ മിസൈലുകൾ ഇസ്രയേലിന് ഉപയോഗിക്കേണ്ടി വരും. ഒരു മിസൈലിനെ ചെറുക്കാൻ ശരാശരി 1.21 ഇന്റർസെപ്റ്ററുകൾ വേണ്ടിവരും. ഈ സ്ഥിതി തുടർന്നാൽ 10 മുതൽ 15 ദിവസത്തിനുള്ളിൽ ഇസ്രയേൽ സമ്മർദ്ദത്തിലാകും. നിലവിൽ ഇസ്രയേൽ വലിയ അവകാശവാദങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും ഇറാൻ മിസൈലുകൾ വലിയ നാശനഷ്ടങ്ങളാണ് ജൂതരാഷ്ട്രത്തിനുണ്ടാക്കിയത്. ഹൈഫ, ടെല്ലവീവ് അടക്കമുള്ള വൻ നഗരങ്ങളിൽ അയൺഡോമിനെ വെട്ടിച്ച് മിസൈലുകൾ കനത്ത നാശം വിതച്ചിട്ടുമുണ്ട്. ആരോ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് വേണ്ട പുതിയ മിസൈലുകൾ ലഭിക്കാൻ 4 ആഴ്ചയോളം വേണ്ടിവരും. 10ാം ദിവസം വരെ അയൺഡോമിന് മിസൈലുകൾ കാര്യമായി ചെറുക്കാനാകും. 5 ദിവസം കൂടി പിന്നിടുമ്പോൾ സ്ഥിരത കൈവിടും. 18ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വലിയ സമ്മർദ്ദത്തിലേക്ക് ഇസ്രയേൽ എത്തും. അതേസമയം നിരുപാധികം കീഴടങ്ങണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയുമായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇറാൻ കീഴടങ്ങില്ലെന്നും അമേരിക്കയുടെ സൈനിക ഇടപെടൽ ഉണ്ടായാൽ അതിന് വലിയ തിരിച്ചടി നൽകുമെന്നും ഖമേനി എക്സിൽ കുറിച്ചു. ഇറാനെയും ഇറാൻ ജനതയും അതിന്റെ ചരിത്രത്തെയും അറിയുന്ന ബുദ്ധിയുള്ള മനുഷ്യരാരും ഈ രാജ്യത്തിനു നേരെ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കില്ല. കാരണം ഇറാൻ എന്ന രാജ്യം ഒരിക്കലും കീഴടങ്ങില്ല. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ USന്റെ സൈനിക ഇടപെടൽ ഉണ്ടായാൽ അപരിഹാര്യമായി തിരിച്ചടിയുണ്ടാകുമെന്നും അമേരിക്ക മനസ്സിലാക്കണമെന്നും ഖമേനി പറഞ്ഞു. US പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ യുക്തിരഹിതമായ വാചാടോപം കൊണ്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ഇറാൻ ജനത അദ്ദേഹത്തിന് മുന്നിൽ കീഴടങ്ങണമെന്നാണ് ആവശ്യം. ഭീഷണികളെ ഭയക്കുന്നവരോട് വേണം അവർ ഭീഷണി മുഴക്കാൻ. ഇറാൻ ഇത്തരം ഭീഷണികളെ ഭയക്കുന്നവരല്ല. ഇറാൻ കീഴടങ്ങണമെന്നാവശ്യപ്പെട്ടത് ബുദ്ധിഹീനമായി പോയി. എന്തിനോടാണ് ഇറാൻ കീഴടങ്ങേണ്ടത്? ആരുടെയും ആക്രമണത്തിന് മറുപടിയായി ഇറാൻ ഒരിക്കലും കീഴടങ്ങില്ല. അതാണ് ഇറാന്റെ യുക്തിയും ആത്മാവുമെല്ലാം. ഈ വിഷയത്തിൽ US ഇടപെടുന്നത് 100% അവരുടെ നാശത്തിനായാണ്. ഇറാന് നൽകാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ പ്രഹരമായിരിക്കും USനുണ്ടാകാൻ പോകുന്നത് എന്നും ഖമേനി എക്സിൽ പറഞ്ഞു. ഇറാനെ തകർക്കാൻ US ഇസ്രയേലിന് കൈകൊടുക്കുമോ എന്ന ഒറ്റ ചോദ്യത്തിന്റെ ഉത്തരമാണ് മധ്യപൂർവ്വദേശത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രയേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലയണിൽ പങ്കുചേർന്നാൽ ഇറാന്റെ ഫോർഡോ ആണവ കേന്ദ്രമാകും USന്റെ പ്രധാന ലക്ഷ്യമാകുക എന്നാണ് റിപ്പോർട്ട്. ഇസ്രയേലിനെ സഹായിക്കാൻ US പദ്ധതി ഇടുന്നുണ്ടോ എന്ന് പറയാൻ അദ്ദേഹം തയ്യാറായില്ല. മധ്യപൂർവ്വദേശത്തുള്ള US സൈന്യത്തിന് പരമാവധി സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.